ഈ ബാലൻ ചെയ്യണ സമയത്ത് ഏറ്റവും ചമ്മല് തോന്നിയത് ഏത് സീൻ എടുക്കുമ്പോഴാ? ചേച്ചി പറഞ്ഞു ഞങ്ങള് ബാക്കി തങ്കൊക്കെ അപ്പളെ അടിച്ചോളൂ. തോന്നിക്കൽ പഞ്ചായത്തിൽ എല്ലാരെയും പെറുക്കി കഴിഞ്ഞു. ബാലചേട്ടന്റെ അരി മാത്രമേ പെറുക്കുള്ളൂ. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു മമ്മൂക്കയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ. ശരിക്കും ഇത് ഡാൻസ് അല്ല. തനിച്ചങ്ങ് ചെയ്താൽ മതി. പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിക്കൊന്നും ഞാൻ ഷെഡ് പുറത്തുനിന്ന് മറന്നിട്ടില്ല കേട്ടോ. രണ്ടും കൂടി ഇറങ്ങിയിരിക്കുമല്ലേ. ഞാൻ ഒരു ഇന്റർവ്യൂലും പറയാത്തൊരു സീക്രട്ട് ഉണ്ട്. എന്താ എന്നോട് പറയേ? ഞാനൊരു ഇന്റർവ്യൂ വന്നിട്ട് ഇത്ര ഇൻസൾട്ടഡ് ആണ്. അൺലിമിറ്റഡ് ഫണ്ണായിരിക്കും. എന്റെ കൊച്ചുമുതലാളി എന്തിനാ കടലിൽ കൊണ്ട് ഒഴുക്കാനോ? Hello, welcome to White Gold Presents Sit Up with Lakshmi Nakshatra, powered by Gulabi. Hey, come along, sing this song and step. Set it up with Lakshmi Nakshatra, next level So, ഇന്ന് നമ്മുടെ കൂടെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നു പ്രായം എന്താ കുറഞ്ഞു വരുന്നേന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ റേഞ്ചിലുള്ള 2 കുട്ടിപ്പട്ടാളങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ സംസാരിക്കുന്ന ചിത്രം അല്ലെങ്കിൽ ശബ്ദമുള്ള ചിത്രത്തെ നമ്മൾ പറയില്ലേ ബാലൻ. എന്നാൽ ഇപ്പോൾ ഒരു ന്യൂജൻ ബാലൻ ഇറങ്ങിയിട്ടുണ്ട്. ആ ബാലൻ എൻ്റെ അടുത്ത് നന്നായി മിണ്ടും എന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ കുട്ടി ബാല, ഈ ബാലാമണി എവിടെ? അയ്യോടാ, ഇവന്റെ ക്യൂട്ട്നെസ് ബാലൻ മൂവിയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലേ. എന്നാ ഇവന് കൂട്ടായിട്ടൊരു ബാലാമണിയും കൂടെ ഞാൻ കൊണ്ടുവരാണ് കേട്ടോ. ബാലാമണി എന്ന് പറയുമ്പോൾ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ടോവിനോന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ലോഡ് മൂവീസിന്റെ കാര്യം കൂടെ ഈ ബാലാമണിക്ക് പറയാനുണ്ടായിരിക്കും. ഏതാ കുട്ടിത്താരം? നമ്മുടെ സ്വന്തം വേദിക, വേദൂട്ടി. എവിടെ വേദൂട്ടിയെ കാണാനില്ലല്ലോ? ഹായ്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് ഇന്ന് ഇവർ എന്നെ വെള്ളം കുടിപ്പിക്കും എന്നുള്ളതിൽ ഒരു അരമണിക്കൂർ മുമ്പ് ഇവരിവിടെ സെറ്റിൽ എത്തിയിട്ടുള്ളൂ. അപ്പോഴേ ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ദാഹം മാറിയിട്ടേ ഇല്ല. സോ ഇന്ന് അൺലിമിറ്റഡ് ഫണ്ണായിരിക്കും ഉറപ്പാ. സോ വെൽക്കം ടു സിറ്റ് അപ്പ് വിത്ത്, എൻ്റെ പേര് പറഞ്ഞ ലക്ഷ്മി നക്ഷത്ര. Set it up with Lakshmi Nakshatra, next level കൈയടിക്കാം. നിങ്ങൾക്ക് ഇതിനുള്ള കൈയടിയാ? സുഖാണോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആ സിനിമയൊക്കെ ഇങ്ങനെ ഓടി 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 എന്ത് രസമായിട്ട് അഭിനയിച്ചിട്ടുള്ളേ. ആദ്യമായിട്ടാണോ സിനിമയിൽ അഭിനയിക്കണേ? എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം സെറ്റിലൊക്കെ അടിപൊളിയായിരുന്നോ? ഇപ്പൊ ആൾക്കാരൊക്കെ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യണ്ടോ? ഇതാ ബാലനിലെ ആ പയ്യനല്ലേ, ആ ട്രൗസർ ഇട്ട പയ്യനല്ലേ എന്ന്? പുറത്തൊക്കെ പോയി നടക്കാൻ പറ്റുന്നുണ്ടോ? പാന്റ് ഇടണേ? ആണോ? അപ്പൊ വീട്ടിൽ മാത്രമാണ് നിക്കർ ഇടണേ അല്ലേ? പക്ഷെ ബാലനില് ഞങ്ങൾക്ക് മൊത്തത്തില് ഒന്ന് എണീറ്റൊക്കെ ഒന്ന് കാണട്ടെ എല്ലാരും. അടുത്ത ആളെയും കാണിക്കണം. നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുള്ളേ. ഇതാണ് ഞങ്ങളുടെ ബാലൻകുട്ടി കേട്ടോ. ബാലൻകുട്ടി സിനിമയിലും ട്രൗസറാ, ഇപ്പോഴും നിക്കറാ. അപ്പൊ ഞാൻ ഇവന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് ലൈക്ക് വരുമ്പോ അതേപോലെ ട്രൗസറൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവരണമെന്ന്. അപ്പൊ അമ്മ എന്നോട് സീക്രട്ട് ആയിട്ട് പറയാ, കാല് കാണുന്ന ഡ്രസ്സാണെങ്കിൽ കുട്ടിക്ക് നാണ ഇടാന്ന്. എന്തായാലും ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇനി അടുത്ത ആളെയും കൂടെ വിളിക്കട്ടെ. ഇതാണ് നമ്മുടെ വേദൂട്ടി. വേദൂട്ടി ഇന്ന് വരുന്ന സമയത്ത് ലുലുലൊക്കെ കറങ്ങി പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഭയങ്കര ക്യൂട്ട്, ഒരു ലോലിപോപ്പ് പോലെ ഉണ്ട് കാണാനായിട്ട്. ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഓ മൈ ഗോഡ്. എടാ ഡയറി മിൽക്ക് എന്നല്ലടാ പറഞ്ഞേ, നിന്നെ കാണാൻ പഞ്ഞി മിഠായി പോലെ ഉണ്ട്. ശരി, അതെ, മൈ ഡിയർ കുട്ടിച്ചാത്തൻ സിനിമ കണ്ടിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനത്തെ പടമൊന്നും ഇഷ്ടം. ഞാൻ കണ്ടിട്ടുണ്ട്. സ്പൈഡർമാനും കുട്ടികളുടെ റേഞ്ച് ഒക്കെ വേറെ ആയതുകൊണ്ട് ഇന്ന് മാർവൽസും ഫൈറ്റ് സിനിമ അതൊക്കെയാ. ഞാനിത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു, പക്ഷേ ഇവര് സമ്മതിക്കണില്ല എന്നെ കൊണ്ട് പറയുന്നത്. എന്താണ് അപ്പ അടിച്ചോളാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അല്ല, ടോവി അങ്കിളുടെ കൂടെയൊക്കെ സിനിമ ചെയ്തില്ലേ? പള്ളിച്ചട്ടമ്പിയൊക്കെ സൂപ്പർ ആയിരുന്നോ? ഇപ്പൊ ഈ അടുത്ത് മമ്മൂക്കയുടെ കൂടെ കേക്കൊക്കെ കട്ട് ചെയ്യണ കണ്ടല്ലോ. എന്റെ അമ്മക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ മമ്മൂക്കയോ? ആ, ഇനി അടുത്ത ആഗ്രഹം എന്താ? എനിക്ക് ലാലേട്ടനെ മമ്മൂക്കനെ കാണുന്നുണ്ട്. അവരുടെ കൂടെ അഭിനയിക്കണ്ടേ? അപ്പൊ ഉണ്ട്. ദേ ബാലൻ സിനിമ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. ഇത്ര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുക. ഇനി അടുത്ത ആഗ്രഹം എന്ന് പറയുന്നത് അമ്മ അഭിനയിക്കുവോ? അമ്മ ഇല്ല. ഒന്ന് നിർബന്ധിച്ചാലോ? ലാലേട്ടനും മമ്മൂക്ക് എങ്ങാനൊരു അവസരം തന്നാലോ? അത് ചർച്ചയുണ്ട്. ചർച്ച ഡിസ്കഷൻ വന്നിട്ടുണ്ടോ?
ഞാൻ എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക് ഞാനൊക്കെ ജനിച്ചപ്പോഴുള്ള സിനിമയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ശരിക്കും ആ ഫീച്ചേഴ്സും ആ ക്യൂട്ട്നെസ് ഒക്കെ ഒന്നുകൂടെ എനിക്ക് തോന്നി, ശരിക്കും ആ കണ്ണിലൊക്കെ അതുപോലെ ഉണ്ടോന്നൊരു സംശയം. ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചിമ്മി കാണിക്കും. ആൻഡ് വേദു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബാക്ക് ടു ബാക്ക്. അപ്പൊ ഞാൻ വേദുവിന്റെ അടുത്ത് ചോദിച്ചു, ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്തോണ്ടിരിക്കാന്ന്. ബാക്ക് പോയിന്നല്ല, ഇവര് പണ്ട് സ്റ്റാർ മാജിക് കാണാറുണ്ടായിരുന്നു എന്നൊരു ഡൗട്ട്. കവറിലാക്കി കുറച്ചധികം കൗണ്ടേഴ്സ് വന്നിട്ടുണ്ട്. വേദുട്ടി, മമ്മൂക്കയുടെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്ക ഭയങ്കര ജാടയാണോ? എനിക്ക് മമ്മൂക്കയുടെ കൂടെ കഥ പറയാണ്ടെങ്കിൽ അത് വലിയൊരു കഥയാണ്. ചെറുതാക്കി ഒന്ന് പറയൂ. ഓക്കെ, അമ്മ പറഞ്ഞു ഇവിടെ നമ്മുടെ സെറ്റിൽ മമ്മൂക്കയാണ് വരുന്നതെന്ന്. അപ്പൊ അമ്മ വിചാരിക്കും മമ്മൂക്കനെ അത്ര ഇഷ്ടം. പിന്നെ ആ ഒരു സെറ്റിൽ വന്നപ്പോൾ ഓരോ സീന് കഴിയുമ്പോഴും ആ ദിവസമാണ് മമ്മൂക്ക വരുന്നത്. മമ്മൂക്കയുടെ ഫസ്റ്റ് ഡേ എന്റെ കൂടെ ആയിരുന്നു അഭിനയിക്കുന്നത്. മമ്മൂക്കയുടെ ഫസ്റ്റ് ഡേ കുട്ടിയുടെ കൂടെ ആയിരുന്നു കേട്ടോ അഭിനയിക്കണത്. അപ്പൊ എന്റെ ഓരോ സീന് കഴിയുമ്പോഴും അമ്മ മമ്മൂക്കയുടെ മമ്മൂക്ക കാരവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ മമ്മൂക്കനൊന്ന് കടത്തിട്ട്, അപ്പൊ അമ്മ പറഞ്ഞു വേദു അത് നിന്റെ കൂടെ അല്ല അഭിനയിക്കാൻ പോണത് പറഞ്ഞു. അപ്പൊ അവസാനം മമ്മൂക്ക വന്നപ്പോ എല്ലാരും പെട്ടെന്ന് സൈലന്റ് ആയി. അപ്പല്ലേ ഞാൻ ഒരു ഇന്റർവ്യൂവിലും പറയാത്തൊരു സീക്രട്ട് ഉണ്ട്. സീക്രട്ട് ആണ്, ഒരു ഇന്റർവ്യൂലും പറഞ്ഞിട്ടില്ല. വേദു അത് പറയാൻ പോവാ. നമുക്ക് കേൾക്കാം അല്ലേ? ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക എൻട്രി ആയപ്പോ തന്നെ മമ്മൂക്കയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ. ശരിക്കും? ശരി, എന്നിട്ട് ഇത് കേട്ടപ്പോ മമ്മൂക്ക എന്താ പറഞ്ഞേ? മമ്മൂക്ക സത്യമായിട്ട് നീ ഉണ്ടാക്കിയതാണോന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് മമ്മൂക്ക താങ്ക് യു ഒക്കെ പറഞ്ഞോ? ഓ മമ്മൂക്ക ഇങ്ങനെ എനിക്ക് നല്ല കൊഞ്ചിച്ചു അല്ലേ? പ്രൗഡായിരിക്കും. ഓക്കെ. അപ്പൊ മമ്മൂക്ക വിശേഷങ്ങളോട് മീൻസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പൊ തിയേറ്ററിൽ ബാലൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇതിന് മുമ്പ് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. അപ്പോ നമുക്കൊരു ബിഗ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇവനെ കാണുമ്പോഴേ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല, മുമ്പൊരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ ബാലൻ ചെയ്യണ സമയത്ത് ഏറ്റവും ചമ്മല് തോന്നിയത് ഏത് സീൻ എടുക്കുമ്പോഴാ? ഞാൻ പറയുന്ന ഇന്നെ വായ്പൂട്ടി പിടിച്ചോ? ഞാൻ പറയും അതുണ്ടല്ലോ. സ്കൂളിൽ എല്ലാരും കണ്ട അതിന് അവാർഡ് കിട്ടും, നോക്കിക്കോ. ഓക്കെ, എന്നാ ബാലൻകുട്ടി തന്നെ പറയട്ടെ. ഞാൻ പറയത്തില്ല, ഞാൻ പറയണേക്കാളും നല്ലത് എന്നെ ക്ലൂ തന്നാ മതി. ഏതായിരുന്നു? ഒരു ക്ലൂ ഇല്ല. അതായത് സ്കൂളിൽ ഞാൻ പറയട്ടെ, സ്കൂളിൽ ഇങ്ങനെ ജെട്ടിയിൽ നിൽക്കുന്ന സീനല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു നടന്, ഒരു വലിയ നടനായതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞപ്പോ ശരി ഞാൻ നോക്കിക്കോ അവാർഡ് കിട്ടും ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടായി ആ ഒന്നും ഇടാണ്ട് ഇങ്ങനെ നോക്കണ ആ ഒരു സീൻ. എനിക്ക് ഈ സിനിമയിലേക്കൊക്കെ പോയപ്പോഴേ കുറെ ദിവസം ക്ലാസ് ഒക്കെ കട്ട് ചെയ്തോ? എത്ര നാള് പോവാണ്ടിരുന്നു സ്കൂളില്? അറിയത്തില്ല. എത്ര നാളാ അമ്മ പറയട്ടെ? 3 മാസത്തോളം, 90 ദിവസം. അപ്പൊ എന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്തോ? സ്കൂളിൽ പോണത് ഇഷ്ടല്ല? എന്താ? കാരണം അതുവരെ പഠിക്കേണ്ട, ഇന്റർവെൽ ആവുമ്പോ കളിച്ചൂടെ അല്ലേ? തിരിച്ചു വന്നപ്പോ ഭയങ്കര ഹീറോ ആയിരുന്നു സ്കൂളില്. ലാസ്റ്റ് സീനോ? എന്തിനാടാ കൂട്ടുകാരെ നിങ്ങൾ കളിയാക്കണേ? ഞങ്ങളൊരു ക്യാരക്ടറിനോടുള്ള ഡെഡിക്കേഷൻ കൊണ്ടല്ലേ അഭിനയിച്ചത്. ശരി, കുട്ടിക്ക് എങ്ങനെയാ, ആരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ? അമ്മയാണോ അച്ഛനാണോ? വേദുട്ടി? എനിക്ക് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യും. പണ്ടൊക്കെ എനിക്ക് അച്ഛനായിരുന്നു ബസ്സൊക്കെ ബുക്ക് ചെയ്ത. ഇപ്പൊ സിനിമയുടെ അച്ഛൻ ബസ് ബുക്ക് ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യാറ്. അമ്മയാണ് കൂടുതൽ അമ്മയും അച്ഛനും കൂടുതൽ സപ്പോർട്ട്. എവിടെ താമസിക്കണേ? ഞാൻ യാക്കാരിലെ പാലക്കാടാണ്. ബാലൻകുട്ടിയുടെ വീട് എവിടെയാ? ചേർത്തലയല്ലേ? ചേർത്തല വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ 3 പേരുള്ളൂ. അച്ഛൻ എന്താ ജോലി ചെയ്യണേ? മേസ്തിരിപ്പണിയാ. അമ്മ ജോലിക്ക് പോകണ്ടോ? അച്ഛനൊക്കെ ഇപ്പൊ ഷൈൻ ചെയ്തോണ്ടിരിക്കല്ലേ? ബാലന്റെ ബസ് ബുക്ക് ചെയ്ത് തന്നിട്ടാ? എങ്ങനെ ഉണ്ടായിരുന്നു ടോവി ഞങ്ങള്?
ടൊവിയങ്ങള് സ്റ്റൈല് കാണിച്ചോ? ഇത്തിരി സ്റ്റൈല് കാണിച്ചോ? ഇല്ല. എങ്ങനെയാണ് സാധു മനുഷ്യൻ? അതെന്താ സാധു മനുഷ്യൻ എന്ന് പറയാൻ കാരണം? ആദ്യം ടൊവിയങ്ങൾ അവിടെ വന്നിട്ട് ശരിക്കും അതെങ്ങനെയത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞങ്ങൾ അറിയട്ടെ, ഞങ്ങൾ ആ സെറ്റിൽ ഉണ്ടായില്ലല്ലോ. സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ സിനിമ എണീറ്റ് ജാടാണ്, ഇത് ജാടയില്ല. നമ്മുടെ കുടുംബത്തിൽ ഒരാളെ പോലെ. വാട്ട് എ സിമ്പിൾ മാൻ. ആണോ ടൊവിയങ്ങൾ? അങ്ങനെ അല്ല, പള്ളിച്ചട്ടമ്പയില് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല അല്ലേ? ടോവിനോട് ചേച്ചിയായിരുന്നു ഞാനത് പറയാൻ. ഞാൻ ടോവിനോ ഇത്രയും കൊച്ചു കുട്ടിയോ? അനിയത്തിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ എന്തൊക്കെ പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുന്ന സമയത്ത്. അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആരെയും വേദനിപ്പിക്കുന്ന പോലെ സംസാരിക്കരുത്. ഗുഡ് ഗേൾ, നൈസ്. എന്നിട്ടാണോ ഇത്ര നേരം എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നത്? അത് വേദനിപ്പിക്കലല്ല. എന്നെ എത്ര തവണ കളിയാക്കി. നല്ല വേദന എടുത്തു എനിക്ക്. ഓരോ വേദന എടുത്തില്ല. ശരി, ഇപ്പൊ എനിക്ക് വേണ്ടിട്ട് ഷീലാമ്മയുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഫസ്റ്റ് ഇങ്ങനെ പഠിക്കും. എന്താ കൊച്ചു മുതലാളിക്ക് മുദ്രയോ? എടാ, ഇത് ഡാൻസ് അല്ല, നമ്മളൊരു ആർട്ടിസ്റ്റ് ഷീലാമ്മയെ കാണിക്കാൻ പോവാ. പഞ്ചങ്ങ് ചെയ്താൽ മതി, പെണ്ണുങ്ങൾ ചെയ്യുന്ന പരിപാടിക്കൊന്നും ഞാൻ. അപ്പോ എന്റെ കൊച്ചു മുതലാളി എന്തിനാ കടലിൽ കൊണ്ട് ഒഴുക്കാനോ? അതെന്തിനാ ഇരിക്കണേ? അതാണ് എന്റെ ട്രെൻഡിങ്. ഒഴുക്കാനോ? എങ്ങനെയുണ്ട്? അതുള്ളതായിരുന്നു. വയറങ്ങോട്ട് പരത്തി വെച്ചതുപോലെ. ഞാൻ ഷെഡ് പുറത്ത് നിന്ന് മറന്നിട്ടില്ല കേട്ടോ. രണ്ടും കൂടി എന്നെ മാറ്റിക്കാൻ മതി ഇറങ്ങിയിരിക്കുമല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങക്ക് രണ്ടുപേർക്ക് വലുതാവുമ്പോ ആരാവണം? ആക്ട്രസ് ആവണോ? ആരെ പോലെ ആവണം? കല്യാണിനെയും മമ്മിതേനെ പോലെ. അതെന്താ കാരണം? അവരുടെ അഭിനയം കൊണ്ടാണോ, ഭംഗി ക്യൂട്ട്നെസ് കൊണ്ടാണോ? എനിക്ക് അഭിനയം കൊണ്ട് ക്യൂട്ട്നെസ് കൊണ്ടാണ് അവരെ ഇഷ്ടം. ഞാൻ പിന്നെ ഓൾറെഡി ക്യൂട്ടാണല്ലോ എന്ന്. എന്താവണം വലുതാവുമ്പോ? അമ്മൂക്കേനെ, ലാലേട്ടനെ, പിന്നെ ഉലകനായകനെയും പോലെ. മൂന്ന് പേരെ പോലെ മാത്രമായാ മതി. മമ്മൂക്ക, ലാലേട്ടൻ. അല്ലെങ്കിൽ ഉലകനായകന്റെ കട്ടുണ്ടെന്ന് എല്ലാരും വിളിച്ചു പറയുന്നത്. നോക്കട്ടെ, ഒന്ന് അങ്ങോട്ട് നോക്കൂ. കറക്റ്റ് ഡിറ്റോ. ആ കണ്ണുകളിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയും ആ ഒരു ചായ. സ്വന്തം സിനിമ ഇങ്ങനെ വലിയ തിയേറ്ററിൽ കണ്ടപ്പോ എന്താ തോന്നി? എനിക്ക് ചെത്താപ്പച്ച കണ്ടപ്പോ ഞാൻ കരഞ്ഞു അല്ലേ? ബാലൻ കണ്ടപ്പോഴോ? ചേട്ടാ മറ്റേ ടോവിയങ്ങൾ ഇട്ടേച്ച് പോലെന്നൊക്കെ പറയത്തില്ല, ആ സീൻ കണ്ടപ്പോഴൊക്കെ എനിക്ക് സങ്കടം വന്നു. എന്നിട്ട് അമ്മ സമാധാനിപ്പിച്ചു. നെഞ്ചത്തങ്ങടെ സീൻ കൊണ്ട് കുത്തിപ്പോയിന്ന്. ആരെങ്കിലും കുറ്റമൊക്കെ പറയാറുണ്ട് ഈ അസൂയ വന്നിട്ട്? പറയാറുണ്ട്. എന്താ പറയാറ് അവര്? ഭയങ്കര സിനിമാ നടിയായിട്ട് ഭയങ്കര ജാട കാണിക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പറയോ? പീക്കു എന്നാണോ വീട്ടില് വിളിക്കുക? പീക്കാച്ചു. ഞാൻ എങ്ങനെ അറിഞ്ഞേ? കേട്ടിട്ടുണ്ടല്ല, ഞാൻ പീക്കാച്ചുവിന്റെ അമ്മൂമ്മയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോളി അമ്മൂമ്മ ബാലനിലെ. അപ്പോ അമ്മൂമ്മ പറയാ പീക്കു വിളിക്കാൻ സമയമായി, എന്നും പീക്കു വിളിക്കുന്നു. ഭയങ്കര ക്യൂട്ട് നെയിം ആട്ടോ പീക്കു. വീട്ടില് വേറെ ആരെങ്കിലും പീക്കു ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എനിക്കൊരു താർ വാങ്ങിക്കാൻ വേണ്ടി എന്റെ ഇത്രയുള്ള വലിപ്പത്തിലുള്ള ഒരു കൊടുക്ക നിർമ്മിച്ചിട്ടുണ്ട്. എത്രയുള്ള വലിപ്പം ഒന്നുകൂടി? ആ വലിപ്പം ഒന്ന് കറക്റ്റ് ഇത്ര കുറയോ? ഒരു പൊടിക്ക് കുറയോ? ഇത്ര പൊടിക്ക് കുറയ്ക്കടാ. ഇത്ര ഉണ്ടോ കൊടുക്ക? ഇത്ര വാക്കണം. സത്യത്തിൽ എത്ര ഉണ്ട് കൊടുക്ക? എത്ര ക്യാഷ് ഇട്ടു? എത്ര കാശ് കിട്ടുന്നു? ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എന്താണിത്? കിട്ടുന്ന കാശ് മീൻ വാങ്ങി വീട്ടിലല്ലേ? മീൻ വാങ്ങിയും പച്ചക്കറി വാങ്ങിക്കും. വെറുതെ ഇത്ര അധ്വാനിച്ചിട്ട് സിനിമയൊക്കെ ചെയ്തിട്ട് ഈ അച്ഛനും അമ്മയും ഈ കുട്ടിക്ക് കിട്ടുന്ന പേയ്മെന്റ് മേടിച്ചിട്ട് മീൻ മേടിച്ചു, ഇറച്ചി മേടിച്ചത് എങ്ങനെ ശരിയാവാ? ഞങ്ങൾക്ക് അത് കുടുക്കയിലിടണ്ടേ? കുടുക്കയിലിട്ടിട്ട് ഞങ്ങൾക്ക് ഒരു താറ് മേടിക്കണം. ഇറച്ചി വാങ്ങിച്ചാല് കുഴപ്പമില്ല. ചിക്കൻ കറി വെക്കണതാണോ ഫ്രൈ ചെയ്യണതാണോ ഇഷ്ടം? ചിക്കനാണോ ഇഷ്ടം? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു മാനേജറിനൊക്കെ വെച്ചു എന്ന് കേട്ടല്ലോ. കാരണം നമ്മുടെ ടീം എന്താ അവിടക്കബഡിയോ? അത് പേരാണ് ഒരാളുടെ. എന്ത് പേരാടാ? ഒരു മിനിറ്റ്, പേര് പറഞ്ഞ പേര് മനസ്സിലായോ? എനിക്ക് മാത്രമേ അബിടി. മാനേജർ ഉണ്ടോ കുട്ടിക്ക്?
വലുതാകുമ്പോ എന്റെ കൂടെ എന്റെ അമ്മയാണെന്ന് അങ്ങനെ ഐശ്വര്യം ഉണ്ടാവും. കാരണം ചേച്ചിക്കും അതേ ഇരിക്കണം അമ്മ. ഈ വലിയ സിനിമ നടിയാകുമ്പോഴേ കല്യാണിയെ പോലെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു മേക്കപ്പ് മാൻ, ഒരു കോസ്റ്റ്യൂമർ, ഹെയർ ചെയ്യാൻ ഒരാള്, അങ്ങനെ എന്തൊക്കെ ഡിമാൻഡ്സ് ആയിരിക്കും? എനിക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വേറെ സെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വെജ് അല്ലേ, ബാക്കിയുള്ളവരൊക്കെ നോൺ വെജ്. ഇപ്പൊ എനിക്ക് സ്മെല്ല് പറ്റില്ല. അപ്പൊ അമ്മ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ കാരവാനിലേക്കൊക്കെ ഫുഡ് കൊണ്ടുവന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരാളെ എനിക്ക് വെക്കണം, കുക്ക് ചെയ്യാൻ അല്ലേ? അയ്യോടാ, കോസ്റ്റ്യൂമർ വേണ്ട, മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ്ട. മണം പിടിച്ച കുഴപ്പമൊന്നുമില്ല. അമ്മ ഈ ബീഫൊക്കെ തിന്നില്ലേ, അവർ അടുക്കുന്ന ഊണ് കഴിക്കും. എന്തൊക്കെ കാണിക്കുമ്പോഴാണ് ഈ അമ്മ ചീത്ത പറയാറ്? ഭിത്തി കയറിയ ചീത്ത പറയും. നീ ഭിത്തി കയറും? അല്ല, ഇങ്ങനത്തെ അല്ല, ഈ ചവിട്ടാൻ സ്പേസ് ഇല്ല. ഇങ്ങനെ ഭിത്തിയിൽ രണ്ടോ കാലിങ്ങനെ വെച്ചിട്ട് സ്പൈഡർമാനെ പോലെ ഇങ്ങനെ ഏറി പോകും. തല വെച്ചിട്ട് മുട്ടിക്കും. നമുക്ക് എന്താ ഗെയിം ഒക്കെ കളിച്ചാലോ ചേച്ചി? വന്ന് ഞാൻ ഇവിടെ വരണവരോട് അങ്കിളാണ് കാല് പിടിക്കാറ്. അടുത്തതൊരു ഗെയിമിലേക്ക് പോയാലോന്ന്. ഗെയിമൊക്കെ വേണോ? അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? എല്ലാ ഗെയിമും കളിച്ചിട്ടേ ഇന്ന് ഇവിടെ ചേച്ചി എണീക്കുന്നു. എന്നാ ഒരു ഗെയിമിലേക്ക് പോവാം. എന്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത് അല്ലേ? Let's start. Moving on to the game, and that is Chatta Pacha. വേണമെങ്കിൽ ബാലൻ കൂടാം. വേണോ? Chatta Pacha the boy. ചത്ത പച്ചയാണോ ജയിക്കുക, ദ ബോയ് ആണോ, ബാലനാണോ ജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഗേളിന് നമ്മൾ ഈ ഒരു ബേബി പിങ്ക് കൊടുക്കാൻ പോവാ. ഇത് ബോയ്, ദ ബാലൻ ബോയ്. ഇതെന്താ ചെയ്യേണ്ടത്? എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ പൊളിക്കാണല്ലോ ഈശ്വര. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഇങ്ങനെ വീർപ്പിച്ചിട്ട് ലാസ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൊണ്ടിടണം. ഓക്കെ, റെഡി അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. അമ്മമാർക്കൊക്കെ കൈയടിക്കാം. കിട്ടണം. അയ്യോ, ഇവള് അവൻ ഇപ്പഴത്തേക്കാ നോക്കണേട്ടോ. അമ്പടാ, ലാസ്റ്റ് ഇങ്ങനെയൊക്കെ വേന്ദ്ര ബാലന്റെ പോയി. ഇതും ചീറ്റിംഗ് ആണ് കേട്ടാ. ഇതിപ്പോ ഗെയിം മൊത്തത്തിൽ മാറിപ്പോയില്ല. എനിക്കാണോ കുഴപ്പം, ഇവർക്കാണോ കുഴപ്പം? ഇപ്പൊ നേരത്തെ അറിയാന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ. അപ്പൊ ആരാ ജയിച്ചതില്? ബാലൻ ബോയ്. ബാലന്റെ ബോയ്. ഒന്നും കൂടെ ഗെയിം കളിക്കാം. ശരി, ഒരു റൗണ്ട് കൂടെ പോവാം. ഇതില് രണ്ടുപേരും ആക്ച്വലി കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വിസിലടിച്ചു തുടങ്ങിയാലോ? റെഡി? 1 2 3. ടൈമിങ് കറക്റ്റാ. ഒന്നും കൂടെ. എനിക്ക് അടുത്തുനിന്ന് കാറ്റ് മാത്രമേ കേൾക്കണല്ലോ. നോക്കട്ടെ, മാജിക് ഉണ്ടോ കയ്യില്? 1 2 3. നിങ്ങളെ കാണിച്ച് ശബ്ദം വരുന്നുണ്ടോ നോക്കട്ടെ. ഇനി ഒന്നും കൂടെ കാണിച്ചേ. നോക്ക്, ഒന്നുകൂടെ കാണിച്ചേ. അതെ, ഞാൻ മാജിക് കാണിക്കണം എന്നാലേ വരുള്ളൂ. ഓക്കെ, റെഡി? 1 2 3. ഓം ക്രീം മാജിക്. കണ്ട? ശരി, അപ്പൊ ഞങ്ങള് വിസിലടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഗെയിം കളിക്കണത്? ഇനി കള്ളത്തരം കളിക്കരുത്. റെഡി? ഓക്കെ, റെഡി? 1 2 3 ഗോ. ഇവിടെ മുക്കുന്ന ശബ്ദമൊക്കെ. എന്താ ചിരിക്കണേ? ശ്രദ്ധ കളഞ്ഞ ബാലൻ തോൽക്കുന്നു. ചത്താപ്പച്ച കയറി വരുന്നുണ്ട്. ചത്താപ്പച്ച ബാലന്റെ ബോയ്, കമോൺ ബാലന്റെ ബോയ്. ചത്താപ്പച്ച കൈ യൂസ് ചെയ്യരുത്. ബാലൻ ബോയ് പ്ലീസ്. ബാലന്റെ ബോയ്
അയ്യോ ബാലന്റെ ബോയ്. ഓ നോ പ്രോബ്ലം. രണ്ടുപേരും നന്നായിട്ട് ട്രൈ ചെയ്തു. ആദ്യത്തെ ഗെയിമിലും രണ്ടാമത്തെ ഗെയിമിലും ബാലന്റെ ബോയ് ആണ് ജയിച്ചത്. ബട്ട് നോ പ്രോബ്ലം, രണ്ടുപേരും വിന്നേഴ്സ് ആണ്. ഗുഡ് ട്രൈ, ഗുഡ് അറ്റംപ്റ്റ്. എനിക്ക് അവാർഡ് വേണം. അവാർഡൊക്കെ ഞാൻ തരും, ഏറ്റവും അവസാനം അവാർഡ് തരും. ഇതെന്താ കൈമിട്ടിട്ടുള്ളേ? നോക്കട്ടെ, വരൂ കാണട്ടെ, അടുത്തേക്ക് വരൂ. ഇതെന്താ? സംഭവം ഓ എനിക്കും ചെയ്ത് നോക്കണം. നമുക്ക് 3 പേർക്കും ചെയ്ത് നോക്കാം. ഇത് സ്പൈഡർമാൻ ആണ്. ക്യാമറയിലേക്ക് ഞങ്ങള് ഇതെങ്ങനെയാ ദൈവമേ, അങ്ങനെയല്ല ഇവിടെ പിടിച്ചിട്ട് ഞാൻ ചെയ്യട്ടെ. എന്റെ ചീറ്റിപ്പോയി ഗൈസ്. ഞാൻ ചെയ്തിട്ടോ. ഓക്കെ, ദിസ് ഇസ് അവർ സ്പൈഡർമാൻ. ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഷൂട്ട് ചെയ്തോ? റെഡി? വാവ്, അടിപൊളി. ഈ കുട്ടിയുടെ കുറച്ച് ഇമോഷൻസ് നമുക്ക് കാണണേ. ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇമോഷൻസ് ചോദിക്കും. ഡയലോഗ് എന്താ? ഡയലോഗ്സ് അല്ല, ഞാൻ പറയുന്ന ഇമോഷൻസ് ചെയ്ത് കാണിക്കണം. മടി പിടിക്കാണ്ട് ചെയ്യണം. കരയണം. അല്ല, അതല്ല ഞാൻ പറയുന്നത്. നാണം. ഒന്ന് പോയിന്റെ പലേട്ടാ. ചമ്മൽ. ഇതാണോ ചമ്മലി? ഞാൻ സിനിമ ബാലന്റെ ബോയിൽ അഭിനയിച്ച കുട്ടിക്ക് ചമ്മല് ചെയ്യാൻ അറിയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ ഞാൻ മറ്റേ സീന്റെ കാര്യം ഞാൻ പറയും. ഞാൻ എന്താ ചമ്മൽ അഭിനയിച്ചോ? ഉറപ്പല്ലേ? പ്രോമിസ്. ചമ്മല് കാണിക്കില്ലേ? ഞാൻ കണ്ണീന്ന് വെള്ളം പറഞ്ഞേ. കണ്ണീന്ന് വെള്ളം വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യത്തില്ല. കണ്ണീന്ന് വെള്ളം അങ്ങനെയൊന്നും പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. ഞാൻ ശരിക്കും കറിയേ. ഇതെങ്ങനെയാണ് നടക്കുന്ന പരിപാടിയാണോ? കണ്ണീന്ന് വെള്ളം വരുന്നില്ലെന്നേ. ചെറിയ പരിപാടികൾക്കൊക്കെ പോയിട്ട് ചോദിച്ചപ്പോ കണ്ണി മുളക് പൊടി വരിട്ട കറിയുമോ? നമുക്ക് ഇനി നാളെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? ഞാനിവിടെ കരഞ്ഞോണ്ടിരിക്കുക. കാണില്ലേ? കണ്ണ് മറ്റേ ചുവന്ന് വരുന്നുള്ളൂ, കരച്ചിൽ വരുന്നില്ല. എന്നിട്ട് ലിപ്സ്റ്റിക് കണ്ണിൽ കണ്ണീർ വെള്ളം വരുന്നില്ല. നമുക്കിന്ന് പോണ്ടേ? ശരിയാണല്ലോ, ഇത് കരച്ചിലല്ല. Give me some time. കൗണ്ടർ അടിച്ച് ചിരിപ്പിക്കല്ലേ? കണ്ണീന്ന് എവിടെ വെള്ളം വരാനാണ്. അപ്പൊ നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈ. ഞാൻ എന്താ ചെയ്യണേ? ഈ കൗണ്ടറിന്റെ മുന്നിലൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് കുറച്ച് ചോദ്യം ചോദിക്കുമ്പോ സെൻസിബിൾ ആയിട്ട് എന്നെ വിഷമിപ്പിക്കാതെ ചെയ്യാറുന്നില്ലേ? ആദ്യമായിട്ട് ഞാനൊരു ഇന്റർവ്യൂ വന്നിട്ട് ഇത്ര ഇൻസൾട്ടഡ് അവിടെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാനില്ല ഷിറ്റപ്പ് എന്ന് പറഞ്ഞില്ലേ? ഇനി എന്റെ കരച്ചിലിനെ പറ്റി അഭിപ്രായം പറയും. സൂപ്പർ ആയിട്ടുണ്ട്. കണ്ണ് ചുമക്കുന്നു. ഇത് ഉമ്മനീരല്ലേ? അതേടാ, ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആക്കിയതാ. ഇനി ചമ്മല് അഭിനയിച്ചേ. ഞാൻ ചമ്മല് കാണിക്കട്ടെ. എന്നിട്ട് ബാലന്റെ ബോയ് ചമ്മല് കാണിക്കും. രണ്ടും കാണിച്ചേ. ചമ്മല് കാണിച്ചു നോക്കട്ടെ. ഇങ്ങനെ ചമ്മല് വരുത്ത. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ അമ്മ എവിടെ ഇന്ന് വന്നിട്ട് ഇങ്ങനെ പോലീസ് ഓഫീസർ ഇങ്ങനെ ചോദിക്കുന്നില്ലേ വന്നിട്ട്? അപ്പൊ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഒന്നും പറയാണ്ട് ഇങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ആ പോലീസ് ഓഫീസറിനെ നോക്കണില്ലേ? അതെങ്ങനെയാ ആ സങ്കടത്തിൽ നോക്കി ഒന്ന് കാണിച്ചു? അത്ര നേരം ചിരിക്കുമായിരുന്നു.
ആണോ? സ്വിച്ച് ഇട്ടപ്പോഴേക്കും ആക്ഷൻ എന്ന് ഞാൻ പറയാം, അപ്പൊ തന്നെ സങ്കടം വരണേ. ഇപ്പൊ ചിരിച്ച് ആക്ഷൻ. എന്നാ ചീറ്റിങ്. ഓക്കെ റെഡി, 1 2 3 ആക്ഷൻ. നൈസ്. എന്തെങ്കിലും ഉണ്ടോ എന്റെ അടുത്ത് ചോദിക്കാൻ? എന്തിനാണ് ഈ വട്ടത്തിലുള്ള നീണ്ട കമ്മലിട്ടിരിക്കുന്ന ആഞ്ഞട വലിപ്പമുള്ള? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഡോളി അമ്മൂമ്മയുടെ അടുത്ത് ബാലനിൽ ചോദിച്ചിരുന്നോ എന്തെങ്കിലും? അമ്മൂമ്മ എന്തിനാ ഈ തോക്ക് പിടിക്കണേ, അമ്മൂമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യണേ എന്നൊക്കെ? അമ്മൂമ്മയോട് ചോദിച്ച അമ്മൂമ്മ ഡെയിലി പറയുന്ന ഒരു കാര്യമായിട്ട്, എന്താ? നിന്റെ കുണ്ടിക്ക് വെടിവെക്കുന്നു ഡോളി അമ്മൂമ്മ പറയോ? പറയും. അപ്പൊ സിനിമയിൽ കണ്ട പോലെ തന്നെയായിരുന്നു ഡോളി അമ്മ. ഭയങ്കര സ്ട്രിക്റ്റാ, പക്ഷെ അടിപൊളിയാണല്ലേ. നമ്മുടെ വേദൂട്ടി പറയും പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്ന്. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ബാലൻകുട്ടി പറയും തോണിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പറക്കിയെടുത്തു. കേട്ടാ? ജയരി. അഴകിയ രാവണിലൊരു സീനാണ് നമ്മൾ ചെയ്യണേ. ഡയലോഗിൽ കുറച്ച് മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ കാര്യസ്ഥനും പോലീസുകാരനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. ഓക്കെ, ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നിക്കൽ പഞ്ചായത്തിൽ എല്ലാ അരിയും പിറക്കി കഴിഞ്ഞു. ബാലചേട്ടന്റെ അരി മാത്രമേ എനിക്ക് പിറക്കാവുള്ളൂ. ഇത്തിരി ചിരിച്ചു എന്നേ, പക്ഷെ രസമായിരുന്നു. ഡയലോഗ് നമ്മൾ അങ്ങോട്ട് കൂടെ മാറ്റാണ്. ഓക്കെ, റെഡി, 1 2 3 ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോണിക്കൽ പഞ്ചായത്തിൽ ഓരോ അരിയും ഞാൻ പെറുക്കി എടുത്തിട്ടില്ല. ഈ ബാലൻ ചേട്ടന്റെ വീട്ടിലെ അരിയും കൂടെ പെറുക്കാനുള്ളൂ. പോലീസിനെ ഇപ്പൊ തല്ലോ. നൈസ്, സൂപ്പർ. എന്താണ് എത്ര തമാശ? സിനിമയില് കഷ്ടപ്പെട്ട് പഠിച്ച ഡയലോഗ് ഉണ്ടോ? സിനിമയിലല്ല, ഡ്രാമയില് ഏതാ? എടോ വിശ്വനാഥൻ, ശേഖരന് പിന്മുറ അവകാശപ്പെടാൻ ഒരു ആൺകുട്ടി ഇല്ലാതെ പോയെന്ന് വിചാരിച്ചിട്ട് ഒരു മഹായുധം ജയിച്ചെന്നുള്ള ധാർഷ്ട്യൊന്നും വേണ്ടതെനിക്ക്. ഇതാ കണ്ടില്ലേ, ആണത്തും തൻ്റെടും നട്ടലുമുള്ളൊരു പത്രവും അത് നോക്കി നടത്താൻ ചങ്കൂറ്റമുള്ളൊരു മകളെ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് തന്നെയാണ് ശേഖരൻ പോയിരിക്കുന്നത്. അത് മറക്കേണ്ടതാണ്, മറക്കരുത്. സോ പ്ലീസ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട്. സൂപ്പർ. തൂക്കി ക്യാമറ വെച്ചിട്ട് ഇവര് വന്നിട്ടുള്ള ഈ ഒരു മെമ്മറീസ് ഞങ്ങൾ ഇതാ വീണ്ടും ചെറിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോവാ. എവിടെ ബാലൻകുട്ടിയുടെ? ബാലൻകുട്ടിയും വേദക്കുട്ടിയും കൂടെ ചിരിച്ച് റെഡി, 1 2 3. ദേ വരണു നമ്മുടെ ഫോട്ടോ. പിന്നെന്താ വേണോ? ആദ്യം കാണിക്കട്ടെ. വേണോ? 2 എണ്ണം വേണോ? ആർക്കാ വേണ്ടേ? അയ്യോ, ഭയങ്കര ഷെയറിംഗ് മെന്റാലിറ്റി ആണല്ലോ. അടുത്ത സെൽഫി. റെഡി? പോയാ? ഹലോ, അവന് കിട്ടാനുള്ളത് കിട്ടി. റെഡി, 1 2 3. എനിക്ക് ഉമ്മ തരുമോ രണ്ടുപേരും? അപ്പൊ ഇനി വേറെ ഏതൊക്കെയാ പുതിയ സിനിമ? ഓ, താങ്ക് യു. എന്നെ സുഖിപ്പിക്കട്ടെ ഡിജിറ്റൽ ക്യാമറ ഇട്ടാൻ. കൊടിച്ചെടുക്കട്ടെ ഞാൻ ഒരു ഉമ്മ എന്നാ നിനക്കെന്താ? അമ്മ പറഞ്ഞു പെൺകുട്ടികളായിട്ട് ഒട്ടും കൂട്ടുകൂടില്ല എന്ന്. ശരിയാ? എന്താ? ബോയ്സ് ഉള്ള ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടം, ബോയ്സ് ഇല്ലാത്ത ലോകത്ത് ജീവിക്കാൻ? ബോയ്സ് ഉള്ള ലോകത്ത് കുട്ടിക്കോ? എനിക്ക് ബോയ്സ് ഉള്ള ലോകത്ത് ജീവിക്കാൻ ഇഷ്ടം. കാരണം നമ്മുടെ അച്ഛന്മാര് ഏട്ടന്മാരൊക്കെ ഇല്ലേ. ഓ, എന്നെ നിരാശപ്പെടുത്തി. എടാ, ഗേൾസ് ഉള്ള ലോകത്ത് താമസിക്കാനാണോ ജീവിക്കാനാണോ നിനക്ക് ഇഷ്ടം? ബോയ്സ് ഉള്ള ലോകത്താ മാത്രം. അവിടെ ഗേൾസ് പാടില്ലേ? അപ്പൊ നിന്റെ അമ്മയോ? അമ്മ പാടും. അതെങ്ങനെയാ? അമ്മ ഉണ്ടെങ്കിലല്ലേ നീ വരുള്ളൂ അമ്മയുടെ വയറ്റിന്ന്. അപ്പൊ ഗേൾസ് വേണ്ടേ? വേണം. അപ്പൊ പിന്നെ ഗേൾസ് ഉള്ള ലോകമല്ലേ? എന്റെ അമ്മ മാത്രം കാണാൻ പാടുള്ളൂ. അപ്പൊ ഭാവിയിൽ കല്യാണം കഴിക്കില്ല? കുട്ടി കല്യാണം കഴിക്കില്ലേ വലുതാവുമ്പോ? ഭയങ്കര മോഡേൺ ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ വൈബ് ചെയ്ത് നടക്കണോ? അതോ അമ്മ പറഞ്ഞോ കല്യാണം കഴിക്കല്ലേ മോളേന്ന്? എടുത്ത തീരുമാനം? കുട്ടിയും കല്യാണം കഴിക്കില്ലേ? സിംഗിൾ ആയിട്ടിരിക്കണം. You don't like to mingle? No? ഭാവിയിൽ ഞാൻ എന്തായാലും വൈറലാവും. ഞാൻ മുതുമുത്തശ്ശിയായാലും ഇവർക്ക് കല്യാണപ്രായമാവുന്ന സമയത്ത് ഈ കട്ട് എഡിറ്റേഴ്സ് ഇങ്ങനെ വെട്ടി ഒട്ടിക്കണേ എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ. ഓൾ റൈറ്റ്. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടേ,
വേദവും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിയുടെ അമ്മ പറഞ്ഞു, ഓ ഗേൾസ് ആയിട്ട് അവൻ ഇത്തിരി മിങ്കിൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന്. അതെന്താ അത്? കൊച്ചിലെ പോലെ എന്റെ അക്കയുമായിട്ട് കൂട്ടുള്ളൂ. അക്കാന്ന് പറയണ ചേച്ചി. ആ പണ്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പൊ ചേച്ചി. ചിന്തരാക്കി കെട്ടി തന്നു. ഇപ്പൊ നമ്മള് 3 പേരും ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ ഇന്ന് മുതൽ ഗേൾസിനോട് മിങ്കിൾ ചെയ്യണം. ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്. ഒന്ന് ഹഗ് ചെയ്യൂ. ഒന്നും പറ്റില്ല. ഞാൻ ഹഗ് ചെയ്യണ്ടല്ലോ. നമ്മള് ബ്രദർ സിസ്റ്റർ. ഇത് മൈക്കോട്ടി പിടിച്ചല്ലോ. നിങ്ങളും ലൈക്ക് എന്താ പറയാ, ബ്രദറും സിസ്റ്റർ. ഇവള് എൽഡറാ. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ശരി ശരി. അപ്പൊ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും ഒരു ബാലനും ഒരു ബാലികയും തമ്മിലുള്ള എന്താ പറയാ നമ്മുടെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. സോ ഇനി ഒരുപാട് സിനിമകൾ ഇവരുടെ ഇറങ്ങാനുണ്ട്. ബാലൻ ദേ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താ പറയാ, സിനിമ കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്ത് കഴിഞ്ഞു. ഇവരുടെ 2 പേരുടെ കയ്യിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇവരെ എന്താ പറയാ, എന്തേ ഗിഫ്റ്റ് ഗിഫ്റ്റ് കണ്ണടിക്കണം. ഓക്കേ, കണ്ണു തുറക്കാം. കണ്ണു തുറന്നോ? തുറന്നു. ബാലൻകുട്ടാ, ഇങ്ങനെ കാണുന്നില്ല. താങ്ക് യു സോ മച്ച്. സ്മോൾ ഗിഫ്റ്റ് ഫ്രം ഷുഗർ ഫീൽസ്. എന്താ സംഭവം? ഇത് ഫുൾ കുട്ടിക്കാണ് കേട്ടോ. 2 കൈ കൊണ്ട് ഇത് പിടിക്കൂ. അവിടെ ഒരാൾ കഴിക്കൽ തുടങ്ങി. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നല്ല രസമായിരുന്നു. ബിസിയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം എന്തായാലും അത്രേ ഉള്ളൂ. എന്താ പറയുക, കൈ നിറയെ ക്യാരക്ടേഴ്സായിട്ട് ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്താ ഷൈൻ ചെയ്ത് നിൽക്കട്ടെ. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. സോ നൗ വി ആർ സെയിങ് ബൈ ഫ്രം വൈറ്റ് ഗോൾഡ് പ്രസൻസ് സിറ്റപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്ര പവേർഡ് ബൈ ഗുലാബി. ഒരു ടാറ്റ പറയാനെങ്കിലും ഒന്ന് അങ്ങോട്ട് നോക്കൂ, എന്നിട്ട് മിഠായി നോക്കാം. ബൈ. Making memories endlessly. Hey, come along, sing this song and step it up with Lakshmi Nakshatra. Next level.